ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച്. ഇന്ന് ഇതൊരു ഫ്രോക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിക്ക് വെൽവെറ്റിൻ്റെ ഒരു ക്ലോത്തിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല ഫുൾ സ്ലീവും കൂടിയാണ്. 1.5 മീറ്റർ തുണി കൊണ്ട് ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ എല്ലാവരും തന്നെ എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ സ്കിപ്പ് അടിച്ചിട്ടെല്ലാം കാണുന്നത് ചിലപ്പോൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സെല്ലാം മിസ്സാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് തുണി മടക്കുന്നത് എന്നൊക്കെ നോക്കിയാലോ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ ആദ്യം തന്നെ ഒരു പേപ്പർ പീസാണ്. അത് തുണിയാന്ന് നിങ്ങൾ വിചാരിച്ചോ. നോക്കിയാൽ ആദ്യം നീളത്തിൽ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. 1.5 മീറ്റർ തുണിയായിട്ടാണ് ഇങ്ങനെ മടക്കുന്നത്. ഇപ്പോൾ ഒരു 2.5 മീറ്ററിലുണ്ടെങ്കിൽ മറ്റേ രീതി നമ്മൾ സാധാ ചുരിദാർ മടക്കില്ലേ, ആ ഒരു രീതിയിലാണ് മടക്കുക. അങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഒരു 4 ലെയറായിട്ട് വന്നൊരു പീസാണ് ഇത്. അപ്പോൾ ആദ്യം തന്നെ സ്കേർട്ട് പോർഷൻ ഞാൻ മാർക്ക് ചെയ്തു. 29ഉം പിന്നെ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ, അങ്ങനെ 30.5 ഇഞ്ച് ഞാൻ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ടോപ്പ് പോർഷന് വേണ്ടിയിട്ട് 13 + 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തതിന് ശേഷം 6 ഇഞ്ച് ഷോൾഡർ 6 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6.5 ഇഞ്ച് തന്നെ അംഹോളും കൂടി മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്വയർ ആക്കി കൊടുക്കുക. അതിനുശേഷം ചെസ്റ്റ് റൗണ്ട് എനിക്ക് 7.5 ഇഞ്ചാണ് വേണ്ടത്. 7.5 ഇഞ്ചും കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വേസ്റ്റ് റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.5 അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂടി മാർക്ക് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു 11 വയസ്സുള്ള കുട്ടീൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഇനി ഇതാ നെക്ക് ലെങ്ത്ത് എന്ന് വെച്ചാൽ 4 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അതേപോലെ നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തതിന് ശേഷം ഇതൊരു സ്ക്വയർ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് നെക്കാണ്. ഇനി ബാക്ക് നെക്ക് 2 ഇഞ്ചും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ആം ഹോൾ അവിടെ ഒന്ന് ചെറിയൊന്ന് കേവ് ആക്കി കൊടുക്കുക. അതേപോലെ നെക്കൊന്ന് റൗണ്ട് ആക്കി കൊടുക്കുക. ബാക്ക് നെക്കും എല്ലാം ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഇതിനടുത്ത് നമ്മൾ ഷോൾഡർ സ്ലോപ്പില്ല, ഒരു 4 ഇഞ്ച് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കിനി ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ബാക്ക് പീസാണ് കട്ട് ചെയ്തത്. എന്നിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു ടോപ്പിൻ്റെ പോർഷൻ കട്ട് ചെയ്യുന്ന കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ മാത്രം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി ബാലൻസ് വരുന്ന പീസില്ല, അത് നമുക്ക് സ്ലീവിന് വേണ്ടതാണ്. അതുകൊണ്ട് ആ ഒരു വശം കട്ട് ചെയ്യാതെ കറക്റ്റ് ഈ പീസ് മാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പോർഷൻ നമുക്കൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഇതില്ലേ, ആം ഹോളിൻ്റെ അവിടെ നമുക്ക് കുറച്ച് കുഴിച്ച് മുറിക്കണ്ടേ, അതുകൊണ്ട് അതൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ബാക്ക് പോർഷൻ മാറ്റിയതിന് ശേഷം ഇതാ ഫ്രണ്ട് പീസ് ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് നെക്ക് കുഴിച്ച് മുറിക്കണ്ടേ, അതും ഒന്ന് കട്ട് ചെയ്യുക. അതുപോലെ ഒരു 4 ഇഞ്ചിലാണ് ഞാനിവിടെ വരനോടത്ത് കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതും കൂടി നേരെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനടുത്ത് സ്കേർട്ട് പോർഷനാണ്. എത്രയാണോ വീതി കിട്ടുന്നത് ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഫുള്ളായിട്ട് തന്നെ വീതി എടുത്തതിന് ശേഷം മേലെ കാണില്ല, നമ്മൾ ടോപ്പിൻ്റെ നമുക്ക് ഇപ്പോൾ വേസ്റ്റ് റൗണ്ട് കിട്ടി അതിൻ്റെ തയ്യൽ തുമ്പെല്ലാം മാർക്ക് ചെയ്തിട്ടില്ലേ, ആ ഒരു വശത്തു നിന്ന് തന്നെ താഴോട്ടേക്ക് നമുക്ക് ഒന്ന് ചെരിച്ചിട്ട് നമ്മൾ എത്രയാണ് താഴെയുള്ള വീതി കിട്ടുന്നത് അവിടത്തേക്ക് ചെരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴെ ഞാൻ 1.5 ഇഞ്ച് കയറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊന്ന് ചെരിച്ചിട്ട് തന്നെയാണ് വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ താഴെ എന്തിനാണ് ചെരിച്ച് മാർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്ന് കോർണർ വരുന്നേരോ ചില സമയത്ത് തൂങ്ങിയ പോലെ ഉണ്ടാവും, അത് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി അടുത്ത കൈയാണ് കേട്ടോ നമുക്ക് ചെയ്യേണ്ടത്. സ്ലീവ് ഏറ്റവും ഈസിയുള്ള സ്ലീവ് കട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അളവും കാര്യമൊന്നും നോക്കണ്ട. നമ്മുടെ ബോഡി പാർട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈൻ്റെ മുകളിൽ എങ്ങനെ എത്രയാണ് വേണ്ട ആ ഒരു അളവ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ സാധാ അളവ് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സ്ട്രൈറ്റ് ലൈൻ ചെയ്തിട്ട് 3.5 ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് എന്നിട്ടൊന്ന് ചെരിച്ചിട്ടൊന്ന് വര കൊടുത്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ആക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുന്നതിന് കുറേ കലവില പോലെ കുറേ വര കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൈ കട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് കറക്റ്റ് അളവ് കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ടൊരു 20 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. 20 ഇഞ്ച് അല്ല 18.5 ഇഞ്ചാണ് ശരിക്കും വരുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ടാണ് 20 ഇഞ്ചായി. എന്നിട്ട് സ്ലീവ് റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 + 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് നേരെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പീസെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഈ ടോപ്പിൻ്റെ പീസിൽ നിന്ന് ബാക്കി വന്നതില്ലല്ലോ നമ്മൾ സ്ലീവ് ആക്കി, അതുകൊണ്ട് തന്നെ ഒരു സ്ലീവ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. മറ്റേ സ്ലീവ് എന്ന് വെച്ചാൽ 2 പീസ് നമ്മൾ തമ്മിൽ യോജിപ്പിക്കണം. ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നോക്കിയേ, ഒരു സ്ലീവ് കറക്റ്റ് കിട്ടുന്നത്, മറ്റേ സ്ലീവ് വലുപ്പക്കുറവുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് 2 കൂട്ടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പീസെല്ലാം കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നത്. ഇതിനടുത്ത് ലൈനിങ് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിത് ചുരിദാറിന് മടക്കുന്നത് പോലെയാണ് ലൈനിങ് മടക്കി വെച്ചിട്ടുള്ളത്.
നോക്കി 1.5 മീറ്ററാണ് എടുത്തത്. അത് ഈ മേലയിൽ ഫോൾഡ് ചെയ്ത വശമാണ്. അവിടെ നമ്മുടെ ടോപ്പ് പീസില്ലേ ഇതാ ഇങ്ങനെ വിലങ്ങനത്തിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ വെച്ചൊരു രീതി കാണുന്നില്ലേ. എന്നിട്ട് എത്രയാണോ വേണ്ട ആ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അതിനുശേഷം സ്കേർട്ട് പീസിൻ്റെ ലൈനിങ് എത്രയാണ് വേണ്ടത് അതൊന്ന് ഉള്ളത് എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ വെൽവെറ്റിൻ്റെ ക്ലോത്തല്ല എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കട്ടിയുള്ള ക്ലോത്താണ്. അതിന് ലൈനിങ് വേണമെന്നില്ല, എന്നാലും ലൈനിങ്ങും കൂടി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇടുന്നൊരു ഭംഗി ഉണ്ടാവില്ല എന്നുള്ളതിലാണ് ലൈനിങ് വെക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഇതാ ടോപ്പ് പീസിൻ്റെ നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ അത് കറക്റ്റ് ഈ ഒരു മാർക്ക് പ്രകാരം ഇപ്പോൾ നെക്ക് വിടുത്ത് അതേപോലെ നെക്കും ഇതെല്ലാം ഇല്ലേ ഈ ടോപ്പ് പീസ് വെച്ചിട്ട് തന്നെ ഇത് അളവെടുക്കൊന്നും വേണ്ടിയില്ല. ടോപ്പ് പീസ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്ക് പാർട്ടാണ് ഈ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിൻ്റെ വശമില്ലേ ആ വശമൊന്നും വെച്ചിട്ട് കൈ കുഴിച്ച് മുറിക്കേണ്ടതും നെക്ക് കുറച്ച് കുഴിച്ച് മുറിക്കേണ്ട അളവെടുത്ത് കൊടുക്കുക കേട്ടോ. ഇതിനടുത്തിതാ കൈക്ക് മാത്രം ഇവിടെ ഞാൻ കുറച്ചൊന്ന് ഒരു നെറ്റിൻ്റെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 4.5 ഇഞ്ചോളാണ് കിട്ടുക. 6 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ 4.5 ഇഞ്ചോളം കിട്ടും. അപ്പോൾ എത്രയാണോ വേണ്ട അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ 6 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. നോക്കിയേ 4 പീസായിട്ട് ഇതിങ്ങനെ മടക്കി വെച്ചതാണ്. ഇത് നമ്മൾ ടോപ്പിൻ്റെ മടക്കിയിട്ടില്ല ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് മടക്കിയിട്ടുള്ളത്. എന്നിട്ടൊരു 6 ഇഞ്ചിൽ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും വേണ്ട, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇത് കൈക്ക് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കൈക്ക് വെച്ചിട്ട് കാണുക. ഇതാ 2 പീസായിട്ട് വരും. എങ്ങനെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാ സ്ലീവിൻ്റെ തറ്റ വശം നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് തറ്റൊന്ന് മടക്കിയടിക്കുക. മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിരുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയായിരിക്കും സ്ലീവ് വരിക. ഇനി നോക്കിയേ ബാക്ക് പാർട്ടില്ലേ നമ്മൾ ടോപ്പിൻ്റെ അവിടുന്ന് ഞാനൊരു ചെറിയൊരു ഹൂക്ക് വെക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ചിൽ ഞാനിങ്ങനെ ലൈനിങ്ങും അതുപോലെ നല്ല പീസും തമ്മിൽ 2.5 ഇഞ്ചിൽ താഴോട്ടേക്ക് ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ മധ്യവശത്തായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനില്ലേ അവിടെ നല്ല വശവും ലൈനിങ്ങും കൂടി എന്നറിയാൻ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതാ നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു 4 ഇഞ്ച് വിടത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു വെൽവെറ്റിൻ്റെ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മുട്ട് സൂചി കുത്തി കൊടുത്തിട്ട് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ മുമ്പിൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇപ്പം തന്നെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ ബാക്കൊന്നും അങ്ങനെ നോക്കാതെ സ്റ്റിച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇത് ഈ ബാക്ക് പീസില്ലേ നമ്മുടെ നല്ല പീസ് അത് കുറച്ചൊന്ന് താണു പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ റെഡിയാക്കി ചെയ്ത് കേട്ടോ. അതൊന്ന് കറക്റ്റ് നിങ്ങളൊന്ന് നോക്കണേ. എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ലൈനിങ് നല്ല വശത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതാ ലൈനിങ്ങിന് മാത്രമായിട്ട് ഇതിൻ്റെ തയ്യൽ തുമ്പലിൽ ലൈനിങ്ങിൻ്റെ വശത്താണ് വേണ്ടത്. എന്നിട്ടൊന്ന് പതച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് വശത്ത് ഈ ലൈനിങ് കാണില്ല. ലൈനിങ് കാണാതെ മറിഞ്ഞിട്ട് തന്നെ നിൽക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. നോക്കിയേ ആ ഒരു സ്റ്റിച്ചിങ്ങും കൂടിയും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് നമുക്ക് നോക്കാം എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതാ നല്ല വശത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ലൈനിങ്ങും കൂടി ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കുക. ഓക്കെ. എന്നിട്ടൊരു 4 ഇഞ്ച് വിടത്തിൽ ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിതാ ഒരു ഓപ്പൺ ഞാൻ ഈ പറഞ്ഞില്ല ഹൂക്ക് വെക്കാൻ വേണ്ടി ഓപ്പൺ കൊടുത്തിന് അങ്ങനെ കൊടുത്തത് കൊണ്ട് തന്നെ ആ കോർണറിലെ കറക്റ്റ് സൂചി കുത്തി വെച്ചിട്ട് മാത്രം നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു താഴെ ഒരു വി ആയിട്ട് ഫോം ആക്കുക കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഓപ്പണിൻ്റെ ലാസ്റ്റ് വശമില്ലേ അവിടെ സ്ക്വയർ ആക്കാതെ വി ആക്കിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാതെ എന്നിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. എന്നാൽ കറക്റ്റ് കിട്ടും. എന്നിട്ട് ഈ സ്റ്റിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഓരോന്ന് വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നാലേ നമ്മൾ മറിച്ചിടുന്നേരം കറക്റ്റ് ഈ കോർണറിലെ കറക്റ്റ് കിട്ടണമെങ്കിൽ ഇതെന്ന് നോക്കിയേ വി ആയിട്ട് ഫോം ചെയ്തിട്ടില്ലേ ആ ഒരു വശത്ത് കറക്റ്റ് കോർണറിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ചിന് തട്ടാതെ നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇത് നോക്കിയേ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് പൊന്തിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഇതില്ലേ ഫ്രണ്ട് പാർട്ട് അതിതാ ബാക്ക് വശത്തിൻ്റെ മുകളിലായിട്ട് നല്ല വശവും കറക്റ്റ് വെച്ചിട്ട് ഷോൾഡറെല്ലാം കറക്റ്റ് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലൈനിങ് താഴ്ത്തിയിട്ടിട്ട് 2 വശത്തും ഓരോ മുട്ട സൂചി കുത്തി കൊടുക്കുക. എന്നിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ മുട്ട സൂചി ഒന്നും കുത്താതെ സ്റ്റിച്ച് ചെയ്തത്. ഇതെന്താ വെച്ചാൽ ഞാനിപ്പോൾ എന്നും ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ സ്റ്റിച്ച് എന്താ അറിയാൻ അത് പിന്നെ നിവർത്തുന്ന നേരം ചിലപ്പോൾ തയ്യൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നിവർത്തി കഴിഞ്ഞാൽ ഇതാ ടോപ്പിൻ്റെ ഏകദേശം ഈ ഒരു നെക്കും കാര്യമെല്ലാം കഴിഞ്ഞാൽ തന്നെ ഏകദേശം നല്ലൊരു നെക്ക് നമ്മൾ ഏതൊരു ഡ്രസ്സിൻ്റെ നെക്ക് ചെയ്യുന്ന നീറ്റിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ തന്നെ അതിൻ്റെ ഭംഗി നമുക്ക് അവിടെ കിട്ടും കേട്ടോ. ഇതിനടുത്ത് സ്ലീവാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവിന് നമ്മൾ നെറ്റ് വെക്കണ്ടേ. അപ്പോൾ അതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ലീവിന് 2 പീസായിട്ടാണ് വരുന്നത്. അത് രണ്ടും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇത് നോക്കിയാൽ ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിട്ടാണ് വരുന്നത്. അതൊരു 4 ഇഞ്ച് വിടത്തിൽ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ സ്ലീവ് ഫോൾഡ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു
കൈ നമ്മൾ എന്താ പറയുക ഇനി രണ്ട് പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത്. അപ്പോൾ മറ്റേത് ഒന്ന് മാത്രം അന്നേരം അതൊരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മറ്റേതും കൂടി ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഒറ്റ പീസ് തന്നെയാണ്, പക്ഷെ എന്നാലും രണ്ടും തമ്മിൽ സിമിലർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ തറ്റക്ക് നമുക്ക് ഇത് വെക്കണ്ടേ, നെറ്റ് വെച്ച് കൊടുക്കണ്ടേ. അതെങ്ങനെയാണ് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് വളരെ ഈസിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുക. ഇതാ കറക്റ്റ് ഇതാ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് മേലയിൽ മാത്രം ഒന്ന് മടക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ നല്ല വശം ഈ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഇതാ നല്ല വശം ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതന്നെയല്ല ഫ്രണ്ടിൽ കാണുന്ന എങ്ങനെയാണോ അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലയിൽ ഒന്ന് മടക്കിയിട്ടൊന്ന് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ എന്തായാലും തട്ട് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യും, അതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തത്. നോക്കിയേ, ഈ ഒരു വശം രണ്ടും ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ എടുക്കലെല്ലാം കൂടി ചെയ്തതുകൊണ്ടാണ് രണ്ടും ഇപ്പോൾ ഒപ്പരം വന്നത്. പെട്ടെന്ന് ചെയ്തെടുത്തൊരു ഫ്രോക്കാണ് ഇത്. നോക്കിയേ, ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ള പീസെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതാ തറ്റ വശം ഇതാ ഒരു 1/2 ഇഞ്ച് വിടത്തിൽ ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/2 ഇഞ്ചും ആദ്യം ഒന്ന് മടക്കി പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കുക. അങ്ങനെ 1 ഇഞ്ച് താഴെ പോയി. അപ്പോൾ മേലെ ഷോൾഡറിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് പോകും. അങ്ങനെ 1.5 ഇഞ്ച്. അപ്പോൾ എന്തെടുക്കുന്നേരം അതിൻ്റെ തയ്യൽ തുമ്പും കൂട്ടി എടുക്കുക കേട്ടോ. എത്രയാണോ നിങ്ങൾക്ക് കിട്ടേണ്ട അളവ് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് എത്രയാണ് വരുന്നത് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് പിന്നെ എടുക്കുക. ഇത് നോക്കിയേ, ഇതാ സ്ലീവ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എക്സ്ട്രാ ഉള്ള പീസെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പോൾ മക്കൾക്കെല്ലാം ഇട്ട് നല്ല ഭംഗിയുണ്ടാവും ഈ ഒരു സ്ലീവിലെ ഡ്രസ്സെല്ലാം മക്കൾക്കെല്ലാം ഇട്ട് കഴിഞ്ഞാൽ. ഇനി നോക്കിയേ, നമുക്ക് കൈ യോജിപ്പിച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഷോൾഡറിൻ്റെ മുകളിൽ നമ്മൾ സ്ലീവിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ അതിൻ്റെ മധ്യവശമില്ലേ, രണ്ടും മദ്യം കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ മധ്യത്തിന് തിരിയാൻ നോച്ചൊന്നും ഇട്ട് കൊടുക്കേണ്ടിയില്ല. നമ്മൾ 2 പീസ് തമ്മിൽ യോജിപ്പിച്ചതല്ലേ, അതിൻ്റെ സ്റ്റിച്ച് ഇവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ ടോപ്പിൻ്റെ പീസിൽ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് ചെയ്ത വശമുണ്ട്. അപ്പോൾ ആ 2 സ്റ്റിച്ചുകൾ തമ്മിൽ കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാ നോക്കിയേ, ഇപ്പോൾ കയ്യെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നേരം മദ്യം വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണേ. ഒരു വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നേരം ചിലപ്പോൾ ഒരു വശം വലുതും ഒരു വശം ചെറുതുമായി പോകാനുള്ള സാധ്യതയുണ്ട്. മദ്യം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നേരം കറക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നോക്കിയേ, കൈ സ്ലീവും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 വശം ഓരോ ഇഞ്ചല്ലേ എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പെടുത്ത് അത് കറക്റ്റ് ഒന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ മാർക്ക് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഏകദേശം സ്ലീവിന് നമ്മൾ ടോപ്പിൻ്റെ പോർഷൻ കഴിഞ്ഞു കേട്ടോ. ഇതാ നോക്കി എക്സ്ട്രാ വരുന്ന പീസിലൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് ഇതാ 1 ഇഞ്ച് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നേരം ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഒരു സ്റ്റിച്ച് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മളിപ്പോൾ നല്ല എഫേർട്ട് എടുത്തിട്ടല്ലോ ഓരോ ഡ്രസ്സ് എന്നറിയാൻ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുക. അപ്പോൾ നമ്മൾ തുന്നെല്ലാം വിട്ട് കഴിഞ്ഞാൽ ചെറിയ കർക്ക് പണിക്ക് നമ്മളെന്തായാലും മെഷീനിലിരിക്കാൻ നിൽക്കില്ല. അതേപോലെ സെയിം നൂല് വേണം. അങ്ങനത്തെ എല്ലാം കാരണം കൊണ്ട് അങ്ങനെ ഇരിക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക കേട്ടോ. ഇത് നോക്കിയേ, ഇതാ നമ്മൾ ടോപ്പിൻ്റെ പോർഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിനടുത്ത് സ്കേർട്ട് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൈനിങ്, സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് ഇല്ലേ, അതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓരോ ഇഞ്ച് വിടുത്തിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ മാർക്ക് ചെയ്യുന്നത് ഞാൻ അതിലൂടെയല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, കുറച്ചൊരു ഏകദേശം ഒരു 1 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. 1 ഇഞ്ചിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ലൈനിങ് അല്ലേ, അപ്പോൾ കോട്ടൻ്റെ ലൈനിങ്ങാണ്, അത് ചുരുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ഫോൾഡ് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് കുറച്ച് കൂടുതലെടുത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ ലൈനിങ്. അപ്പോൾ മെയിൻ ഫാബ്രിക് നമ്മൾ കറക്റ്റ് എത്രയാണോ ആ ഒരു അളവ് മാത്രം എടുക്കുക. 2 സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ താഴെ വശയില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് 4 ഇഞ്ച് വിടത്തിലൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതും അങ്ങനെ ചുറ്റോട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനടുത്ത മെയിൻ ഫാബ്രിക്കില്ലേ അതാണ് ഇതിനടുത്ത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതായത് നോക്കിയേ, ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതിനടുത്ത് നമുക്ക് സ്കേർട്ട് പോർഷൻ മറ്റേതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നോക്കിയേ, ഇതാ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത്രയും വേണ്ട ആ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിൽ ആ ഒരു മാർക്ക് ഉണ്ട്, അതിൻ്റെ ബാലൻസ് ആയിട്ട് ബാക്കി ഫുള്ളായിട്ടൊന്ന് 1 ഇഞ്ച് വെച്ചിട്ട് വരണം കൊടുക്കുക. 2 സൈഡ് ഇതുപോലെ തന്നെ ചെയ്യണേ. എന്നിട്ട് കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അരവശയില്ലേ അത് കറക്റ്റായി ടോപ്പിൻ്റെ ആ കറക്റ്റ് അളവ് തന്നെ കിട്ടണേ, കൂടുതലൊന്നും ആവാതെ കറക്റ്റ് അളവ് തന്നെ കിട്ടുക. എന്നിട്ട് 1 ഇഞ്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതാ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മുഴുവൻ പേരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ആക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളത് എന്താ എൻ്റെ ഫോൾട്ട് എന്നുള്ള എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് തിരിയാൻ എന്തൊക്കെയാണ് ഫോൾട്ടുള്ളത്, അപ്പോൾ അതെല്ലാം നികത്തിയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ക്ലിയർ ആക്കുന്നതായിരിക്കും കേട്ടോ. ഇതാ 2 സൈഡും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട വെച്ചാൽ ഞാൻ അടുത്ത ലൈനിങ്ങും കൂടി യോജിപ്പിച്ച് വെച്ച്
ടോപ്പും കൂടി സ്റ്റിച്ച് ചെയ്തതിനാൽ നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ പണി കഴിഞ്ഞ് പെട്ടെന്ന് കഴിയും. ഞാനിപ്പോൾ പറയുന്നത് കുറേ പറയുന്നതായിട്ടുണ്ടാവും, പക്ഷേങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്യാനിരുന്നതിന് ഏതൊരു തുടക്കക്കാർക്ക് പോലും നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു എന്താ പറയുക ഫ്രോക്കാണേ ഇത്. ഇത് നോക്കിയേ, ഇതാ കറക്റ്റ് ഇതിങ്ങനെ ഇതിൻ്റെ മോശവശം ഇങ്ങനെ വെച്ച് കൊടുക്കുക. 2 വശം സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ, ഇതിൻ്റെ അളവ് കറക്റ്റ് നോക്കുക, കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അതിനുശേഷം ലൈനിങ് ഇല്ലേ, ലൈനിങ് അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. കറക്റ്റ് ഇതാ ലൈനിങ്ങിൻ്റെ മോശവശമാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഓക്കെ, ലൈനിങ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിലൊന്ന് ചുറ്റൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടെങ്കിൽ ചുറ്റൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്നുണ്ടെങ്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റിച്ചൊന്നും ചെയ്ത് എന്നിട്ട് ടോപ്പിൻ്റെ വശമില്ലേ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ടോപ്പിൻ്റെ സൈഡ് സ്റ്റിച്ച് വരുന്നതും നമ്മുടെ ഈ സ്കേർട്ടിൻ്റെ സൈഡ് സ്റ്റിച്ച് വരുന്ന ആ ഒരു വശമില്ലേ, ആ കറക്റ്റ് നല്ല വശവും യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു 1/4 ഇഞ്ച് വിടത്തിൽ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ചിങ്ങും കൂടിയും കഴിഞ്ഞ് താഴെയും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക ഈ ഫ്രോക്കിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് കഴിയുന്നൊരു ഫ്രോക്കാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കുക, അത് ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതാ നമ്മുടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ലൈനിങ് ഞാൻ പറഞ്ഞില്ല എക്സ്ട്രാ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് ഒരിക്കലും മടക്കരുതേ. പിന്നെ ചില മെഷീനുകളിൽ വെൽവെറ്റിൻ്റെ ഇത് തുണി പിടിക്കില്ല കേട്ടോ. അങ്ങനെ പിടിക്കാത്ത വിഷയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ കോട്ടൻ്റെ ലൈനിങ് വെക്കുന്നത് കൊണ്ട് ആ ഒരു സ്റ്റിച്ച് പിടിക്കാത്ത വിഷമമൊന്നും വരില്ല. അങ്ങനെ പിടിക്കാത്ത വിഷമം ഉണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പർ വെക്കുക, അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ വെൽവെറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. കറക്റ്റ് സ്റ്റിച്ച് കറക്റ്റ് പിടിക്കും കേട്ടോ. ഈ ഫ്രോക്ക് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. വീഡിയോയിൽ കാണുന്നത് അത്ര ഭംഗിയായിട്ട് തോന്നിയിട്ടില്ല. ഇനി നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ.